നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. KSRTCയിലെ സൗജന്യ യാത്ര 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. 5000 കോടി മുതൽ മുടക്കുള്ള വ്യവസായമാണ്. സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് പറയുമ്പോൾ ബജറ്റിനായി കാത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും സമരത്തിന്റെ തീയതി എല്ലാ ബസ് സംഘടനകളും കൂടി തീരുമാനിക്കുമെന്നും നേതാക്കൾ. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് തുടക്കം. പരിശോധന ഡൽഹിയിൽ നിന്നും നിശ്ചയിച്ച കേരള ഏജൻസിക്ക്. പരിശോധനയ്ക്ക് 3-അംഗ സംഘം, വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയം. വീണ്ടും ഒരു ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങി എങ്ങുമുള്ള ആരാധകർ. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ തുടക്കം. ഓരോ ഇഷ്ട ടീമുകളുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും സ്ക്രീൻ ഒരുക്കിയും മത്സരങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പിൽ ആരാധകർ. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയെന്ന് പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന് BJP. പാർക്ക് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും BJP കൗൺസിൽ കൂടിയായ EP നന്ദകുമാർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേന്ദ്ര സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BMS മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ. മങ്കര മാങ്കുറിശ്ശിയിൽ GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പിക്കപ്പ് വാനിൽ നിന്ന് 99 ചാക്കുകളിൽ നിന്നായി 1,11,756 പാക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്തെ മനോഴിയിൽ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി റെയിൽവേ പോലീസും RPFും എക്സൈസും. 2 ദിവസങ്ങളായി 7 കിലോ കഞ്ചാവ് പിടികൂടി. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കലുങ്ക് തകർത്ത് പാടത്തേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ വടക്കാഞ്ചേരിയിൽ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഫ്രൂട്ട്സ് കട കത്തി നശിച്ചു. ഗതാഗത തിരക്കിൽ വീർപ്പുമുട്ടുന്ന കോട്ടായി ചന്തപ്പുരയിൽ ഓടന്നൂരിലേക്ക് തിരിയുന്ന റോഡിന് കുറുകെ ചാല് കീറിയത് ഗതാഗതത്തിന് ഭീഷണിയെന്ന് പരാതി. ചാല് കീറിയത് നികത്തിയ അപകടം ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. കോട്ടായി മേഖലയിൽ പാതയോരങ്ങളിലും പൊതുവിടങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായും പരാതി. മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എക്സൈസ് വിട്ടുവീഴ്ച ഇല്ലാതെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് PM ശശി MLA. മറ്റു വകുപ്പുകളെക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വകുപ്പ് ആയതുകൊണ്ടാണ് LDF സർക്കാർ വകുപ്പിൽ ആധുനികവൽക്കരണവും നവീകരണവും ആരംഭിച്ചതെന്നും TM ശശി. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 46ാമത് ജില്ലാ സമ്മേളനം പാലക്കാട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. KSRTC സൗജന്യ യാത്ര. 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. 5000 കോടി മുതൽ മുടക്കുള്ള വ്യവസായമാണ് തങ്ങളുടേതെന്നും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് പറയുമ്പോൾ ബജറ്റിനായി കാത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ തൃശ്ശൂരിൽ പറഞ്ഞു. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും സമരത്തിൻ്റെ തീയതി എല്ലാ സംഘടനകളെയും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 19-ാം തീയതിക്കുള്ളിൽ സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കുക. ഞങ്ങളൊരു പാക്കേജാണ്. ഞങ്ങളിപ്പോൾ ഒരു വ്യവസായം, ഒരു സർക്കാർ ജനങ്ങൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരു സർക്കാർ തീരുമാനിച്ച് അവർക്ക് സൗജന്യം കൊടുക്കാൻ പറയുമ്പോൾ ബസ് ഉടമകൾ സമരത്തിന് പോകണമെന്നുള്ള ഒരു വാക്ക് ചർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിൽ വരാനിടയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു വ്യവസായത്തെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം 19-ാം തീയതിയിലത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം
ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഇവിടെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗമാണത്. സംസ്ഥാനത്ത് വേറെയും സംഘടനകളുണ്ട്. അവരൊക്കെ യോഗങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം മറ്റെല്ലാ സംഘടനകളുമായി യോജിച്ച് നിർത്തിക്കൊണ്ട് ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ 19-ാം തീയതി ബഡ്ജറ്റ് പ്രസംഗത്തിൽ 19-ാമത്തെ ബജറ്റിന് ശേഷം ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേക്ഷൻ്റെ ഭാഗമായുള്ള പരിശോധന ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് നിശ്ചയിക്കുന്ന കേരളത്തിലെ ഏജൻസിയാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, നഗരത്തിലെ വൃത്തി അടക്കമുള്ള കാര്യങ്ങളാണ് 3-അംഗ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് അയക്കുന്നത്. ഒരാഴ്ചയോളം സംഘത്തിൻ്റെ പരിശോധന ഉണ്ടായിരിക്കും. 2025-26 സ്വച്ഛ് സർവേക്ഷൻ്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഷൊർണൂർ നഗരസഭയിൽ ആരംഭിച്ചിരിക്കുന്നത്. പരിശോധനയ്ക്കായി ഡൽഹിയിൽ നിന്നും നിശ്ചയിക്കുന്ന കേരളത്തിലെ ഒരു ഏജൻസിയാണ് പരിശോധന ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനായി ഇവരുടെ പ്രതിനിധികളായ കാവ്യ, വിദ്യ, ജിജിത എന്നിവരടങ്ങുന്ന 3-അംഗ സംഘമാണ് പരിശോധന നടത്തിവരുന്നത്. ഷൊർണൂർ നഗരസഭയിലെത്തിയ സംഘം നഗരസഭാ അധികാരികളെ കണ്ട ശേഷം പരിശോധന ആരംഭിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം, നഗരത്തിലെ ക്ലീനിംഗ്, ആളുകൾ ഇതിനോട് എത്രമാത്രം സഹകരിക്കുന്നുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്, MCF എന്നിവിടങ്ങളിലാണ് പരിശോധന. കൂടാതെ വീടുകളിലെ ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വീടുകൾ കയറിയും സംഘം പരിശോധന നടത്തി വരുന്നുണ്ട്. നഗരസഭയുടെ MCFലും സംഘം വിശദമായി പരിശോധിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ, ചിത്രങ്ങൾ, അലങ്കാര ചെടികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം സംഘം പരിശോധന നടത്തി. നഗരം എത്രമാത്രം ക്ലീനാണെന്ന കാര്യങ്ങളടക്കം സംഘം പരിശോധിച്ച് വിലയിരുത്തും. പരിശോധനയുടെ ഭാഗമായി ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ശേഖരിച്ച ശേഷം മൊബൈൽ ആപ്പ് വഴി ഡൽഹിയിലുള്ള കമ്പനിയിലേക്ക് സംഘം റിപ്പോർട്ട് അയക്കുന്നതാണ് രീതി. 3-അംഗ സംഘത്തിൻ്റെ പരിശോധന ഒരാഴ്ചയോളം ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വീണ്ടും ഒരു ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ഒരുങ്ങിയെങ്ങുമുള്ള ആരാധകർ. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. ഓരോ ഇഷ്ട ടീമുകളുടെയും ഇഷ്ടമുള്ള പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് മത്സരങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ആരാധകർ. ലോകം കാൽപന്തോളം കാത്തിരിക്കുന്നു ആവേശത്തോടെ വീണ്ടുമൊരു ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ. എങ്ങുമുള്ള ആരാധകരും സജ്ജമായി. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ കിക്ക് ഓഫ് നടക്കും. അതോടെ ഫുട്ബോൾ ആവേശത്തിന് തുടക്കം. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റിൽ 48 രാജ്യങ്ങൾ 100-ൽ പരം മത്സരങ്ങൾ നടക്കും. ഓരോ ഇഷ്ട ടീമുകളുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ഓരോ പ്രദേശങ്ങളിലെയും ആരാധകർ തയ്യാറായി കഴിഞ്ഞു. ചിലരാകട്ടെ വലിയ സ്ക്രീനുകളും സ്ഥാപിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ തയ്യാറാകും. അർജന്റീന ടീമാണ് കഴിഞ്ഞ ലോകകപ്പ് നേടിയത്. അർജന്റീന, ബ്രസീൽ ടീമുകൾക്ക് പുറമെ പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും ആരാധകർ ഏറെയാണ്. ഓരോ പ്രധാനപ്പെട്ട കളിക്കാരുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും ഇതിനകം പലയിടത്തും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകർക്ക്. ഇനി ഇത്തവണ ആര് കപ്പ് നേടാനാണ് സാധ്യതയെന്ന് ആരാധകർ തന്നെ പറയും. വേൾഡ് കപ്പിന്റെ ഒരു വ്യത്യസ്തമായ ചിന്തയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കാലമേറെയായി വേൾഡ് കപ്പിൽ ഒരു ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ഒരു ടീമും ലോകകപ്പ് നേടിയിട്ടില്ല. എന്നാൽ ഇത്തവണ അതിന് കഴിയുന്ന തരത്തിൽ ഈജിപ്തും, ഗയാനയും, മൊറോക്കയും, സെനഗലും, സൗത്ത് ആഫ്രിക്കയും എല്ലാം നിരന്നു നിൽക്കുമ്പോൾ ലോകകപ്പിന്റെ സ്ഥിരം ഫേവറേറ്റുകളായ ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് അങ്ങനെ തുടങ്ങുന്ന ആ നിരയിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഒരു നല്ലൊരു വിജയം ആഫ്രിക്കൻ വൻകരയിൽ നിന്നും ഈ ടീമുകൾ ഉണ്ടാക്കിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും എന്റെ ഫേവറേറ്റ് ടീം അതിൽ മൊറോക്കയാണെന്ന് കൂടെ പറയുവാൻ. വേൾഡ് കപ്പില് എനിക്ക് എല്ലാ ടീമും ഇഷ്ടമാണ്. പക്ഷേ ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു ടീം പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനി ജയിക്കുന്നതിനാണ് എൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കണം. നല്ല ടീമുകളാണ്, ഒന്നുകൂടി ബെറ്റർ ടീമുകളാണ്. പക്ഷെ മാറിയ ടീമുകൾ എന്നാലും അർജന്റീനയാണ്. ന്യൂസ് ഡെസ്ക്, STV ന്യൂസ്. ഷൊർണൂർ നിളയാരത്തെ കുട്ടികളുടെ അടിഭാഗം ഗുഹയായി മാറിയിരിക്കുന്നതായി പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചിലവാക്കി നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിൻ്റെ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയെന്നും BJP ആരോപിച്ചു.
പാർക്ക് നിർമ്മാണത്തിലുണ്ടായ ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും BJP കൗൺസിലർ കൂടിയായ EP നന്ദകുമാർ പറഞ്ഞു. മഴക്കാലം തുടങ്ങി. ഏതു നിമിഷവും അത് പുഴയിലേക്ക് തകർന്നു വീണേക്കാം. ശാന്തി തീരത്തിന് വശം അശാന്തിയുടെ തീരമായി മാറിയിരിക്കുന്നു. നമ്പർ റോഡിന്റെ പാർശ്വഭാഗങ്ങളിൽ ഇടിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന നീലാതീര സംരക്ഷണ ഭിത്തിയുടെ പണി നാമമാത്രമായി ജോലിക്കാരാൽ ഇഴഞ്ഞു നീങ്ങുന്നു. മഴ ശക്തമായാൽ പുഴയിൽ കുത്തൊഴുക്ക് കൂടിയ ഇതുവരെ ചെയ്ത പണികൾ ഒരുപക്ഷെ പുഴയിൽ ഒലിച്ചുപോയി എന്നും സംഭവിക്കാം. കൃത്യമായ മേൽനോട്ടത്തിന്റെ കുറവുകൊണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന വലിയ പ്രോജക്റ്റാണിത്. നിലവിൽ വിരലെണ്ണാവുന്ന ജോലിക്കാർ കിഴക്കുവശത്തായി ഉയരം കൂട്ടുന്ന പണിയെടുക്കുന്നു. ഈ പ്രവൃത്തി കുട്ടികളുടെ പാർക്കെടുത്ത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ അതിന് സംരക്ഷണം ഉറപ്പാക്കാമായിരുന്നു. വേണ്ട അധികാരികൾ നിലാതീര സുരക്ഷ ശക്തമാക്കണം. പണി തീരുന്നതുവരെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഈ പ്രദേശത്തെ വിലക്കേർപ്പെടുത്തുന്ന ആവശ്യം ശക്തമാണ്. ഭാരതപ്പുഴ സൗന്ദര്യത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 കോടിയിൽ ആദ്യത്തെ ഗഡു 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഷൊർണൂർ ഭാരതപ്പുഴ തീരത്ത് താൽക്കാലികമായി കെട്ടിയ ഒരു പ്രവൃത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കെട്ടിയത് അത് തകർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നഗരസഭകളുടെ ആസ്തി വികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച ഈ തുക ആസ്തി വികസനത്തിന്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിലുണ്ടായിരുന്ന ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നും നഗരസഭ BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 കോടിയിൽ ആദ്യത്തെ ഗഡു 5 കോടി, ആ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരത്ത് താൽക്കാലികമായി കെട്ടിയ ഒരു പ്രവൃത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കെട്ടിയത് അത് തകർന്നിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട്. നഗരസഭകളുടെ ആസ്തി വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച ഈ തുക ആസ്തി വികസിപ്പിക്കുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിലുണ്ടായിരുന്ന ക്രമക്കേട് ഇത് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്നും ഈ മേഖലയിൽ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് ഇതിന് ഒരു കാരണമാണെന്നും ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇത് കോടതി അലക്ഷ്യമാണെന്നും BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. BMS ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പുരുക്ക വ്യവസായത്തെ തകർക്കുകയാണെന്നും ഈ മേഖലയിൽ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് ഇതിന് ഒരു കാരണമാണെന്നും തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുവാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഇത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്നും കോടതി അലക്ഷ്യമാണ് സർക്കാർ ചെയ്യുന്നതെന്നും തൊഴിലാളി പരിശീലന കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും BMS സ്റ്റേറ്റ് ട്രഷറർ C. ബാലചന്ദ്രൻ BMS ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് ലോകരാജ്യങ്ങളിൽ എല്ലാവർക്കും ഭയമുള്ള ഒരു രാജ്യം ഭാരതമാണ്. ഭാരതമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന. നമ്മൾ 140 കോടിയിലധികം 145 കോടിയിലധികം ആളുകൾ നമ്മൾ ഇന്ന് ഈ രാജ്യത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയാണ്. നമുക്ക് ആ തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ വീട്ടിൽ കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ വീട്ടിൽ ലക്സ് സോപ്പ്, ഹമാം സോപ്പ് വാങ്ങാൻ തീരുമാനിച്ചാൽ നാം ഫെയർ ആൻഡ് ലവ്ലികളുടെ മുഖത്ത് നിൽക്കുന്ന ക്രീമുണ്ട്. ഞാൻ ചില പേരുകൾ ഹിന്ദുസ്ഥാനികളുടെ ചില പേരുകൾ മാത്രം പറയുന്നു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് N. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി KM. അർജുൻകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ഭാരവാഹികളായ NG അശോകൻ, P. വിജയൻ, സിന്ധു TP, C. മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കലുങ്ക് തകർത്ത പാടത്തേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കലുങ്ക് തകർത്ത് പാടത്തേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടായി പൂടൂർ പാലക്കാട് പ്രധാന പാതയിൽ കോട്ടായി വാവുള്ളിയാലിനു സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അപകടം. വാഹനത്തിന്റെ മുൻവശം ഗ്ലാസും ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മങ്കരഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ഉയർന്ന വിലയുള്ള കാറാണ് ഇടിച്ചു തകർന്നത്. നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് തിട്ട ഇടിച്ച് തെറിപ്പിച്ചാണ് പാടത്തേക്ക് മറിഞ്ഞത്.
കോട്ടായി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗതാഗത തിരക്കിൽ വീർപ്പുപെടുന്ന കോട്ടായി ചന്തപ്പുരയിൽ ഓടന്നൂരിലേക്ക് തിരിയുന്ന റോഡിന് കുറുകെ ചാലു കീറിയത് ഗതാഗതത്തിന് ഭീഷണിയായെന്ന് പരാതി. ചാലു കീറിയത് നികത്തി അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗതാഗത തിരക്കിൽ വീർപ്പുമുട്ടുന്ന പറളി ചന്തപ്പുരയിൽ ഓടന്നൂരിലേക്കു തിരിയുന്ന റോഡിന് കുറുകെ ചാലു കീറിയത് ഗതാഗതത്തിന് ഭീഷണിയായതായി പരാതി. ചാലു കീറിയത് ശരിയായി മൂടാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. റോഡിനടിയിൽ പൈപ്പ് സ്ഥാപിക്കുന്ന പേരിലാണ് റോഡ് കുറുകെ ചാലു കീറിയത്. ചാല് മൂടിയെങ്കിലും മഴ പെയ്തതോടെ താഴ്ന്നു വലിയ ആഴത്തിൽ ചാല് രൂപപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന പാതയിൽ നിന്നും ഓടന്നൂർ റോഡിലേക്ക് തിരിയുന്ന ഇരുചക്രവാഹനങ്ങളും ഓട്ടോകളും റോഡിന് കുറുകെയുള്ള ചാലിൽപ്പെട്ട് മറിയുന്നത് പതിവായെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡ് വെട്ടിപ്പൊളിച്ച് ചാല് കീറിയത് നികത്തി അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ വടക്കാഞ്ചേരിയിൽ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഫ്രൂട്ട്സ് കട കത്തിനശിച്ചു. ഓട്ടുപാറ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ഫ്രൂട്ട്സ് ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. കടയിലെ ഫ്രിഡ്ജ്, ഫാൻ, ബേക്കറി പലഹാരങ്ങൾ, റാക്കുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ഇതുവഴി സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കടയിൽ നിന്നും തീ വരുന്നത് കണ്ട് വടക്കാഞ്ചേരി ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെയും അതിവേഗം വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് സംഭവത്തിന് കാരണമായതെന്നാണ് സൂചന. കടയുടെ ഇരുവശത്തുള്ള തുണിക്കട, ജ്വല്ലറി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്നതിന് മുമ്പ് അണയ്ക്കാനായതും വലിയ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടയം മേഖലയിൽ പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായി പരാതി. മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മേഖലയിൽ പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവായി. കോട്ടായി പൂടൂർ പ്രധാന പാതയിൽ കോട്ടായി പള്ളിമുക്കിനും വാവുവള്ളിയാനും ഇടയ്ക്കാണ് പാതയോരത്തെ വ്യാപകമായി മാലിന്യം തള്ളിയത്. ചീഞ്ഞളിഞ്ഞ പച്ചക്കറികളും കേടായ പഴങ്ങളുമാണ് തള്ളിയിട്ടുള്ളത്. കച്ചവടക്കാർ തള്ളിയതാകാനാണ് സാധ്യതയെന്നും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പാതയോരത്ത് അഴുകി പകർച്ചവ്യാധി സാധ്യത കൂടുതലാണെന്നും മാലിന്യം തള്ളിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി റെയിൽവേ പോലീസും RPFും എക്സൈസും. 2 ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ 7 കിലോ കഞ്ചാവാണ് സംഘം പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷനിലെ ഓവർബ്രിഡ്ജിന് താഴെ 5.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ ആഷിഖ് കുമാർ ദിഗൽ, ബാൽമികി ഖാനാർ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതര സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇന്ന് നടത്തിയ പരിശോധനയിൽ ശബരി എക്സ്പ്രസിൽ ചാക്കിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ 2 കിലോയിലധികം കഞ്ചാവും കണ്ടെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസും റെയിൽവേയും വ്യക്തമാക്കി. എക്സൈസ് ഇൻസ്പെക്ടർ അജു പി ഷാജി, പ്രിവന്റീവ് ഓഫീസർ പ്രസാദ്, രതീഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ശരവണൻ, സുനിൽകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരി ഉപയോഗം വർദ്ധിച്ച് വരുന്ന കാലഘട്ടത്തിൽ എക്സൈസ് വിട്ടുവീഴ്ചയില്ലാതെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ടി എം ശശി MLA പറഞ്ഞു. മറ്റു വകുപ്പുകളേക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വകുപ്പ് ആയതുകൊണ്ടാണ് LDF സർക്കാർ വകുപ്പിൽ ആധുനികവൽക്കരണവും നവീകരണവും ആരംഭിച്ചതെന്നും ടി എം ശശി പറഞ്ഞു. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ്റെ 46ാമത് ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എക്സൈസ് വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. മറ്റ് വകുപ്പുകളേക്കാൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള വകുപ്പായതുകൊണ്ടാണ് LDF സർക്കാർ വകുപ്പിൽ ആധുനികവൽക്കരണവും നവീകരണവും ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഓഫീസുകൾക്കും താമസ സ്ഥലങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഇടതു സർക്കാർ കാലത്താണ്. എക്സൈസ് വകുപ്പിലെ രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണെന്നും ടി എം ശശി പറഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള ശരിയല്ലാത്ത ഒരു പ്രവർത്തനം പോലും വകുപ്പിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൽ ജീവനക്കാരെ അല്ല ഈ നാടിനെ ബാധിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാര്യക്ഷമമായ ഇടപെടൽ ഉദ്യോഗസ്ഥർ നടത്തണമെങ്കിൽ അവർക്ക് ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അതിനാവശ്യമായ സ്ട്രെങ്ത് അവരിലുണ്ടാവണം. ഏതോ ആയിക്കോട്ടെ. അടുത്ത കാലത്ത് ഒരു ബാങ്ക് ജീവനക്കാരി മാനേജർ സ്വന്തം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ജോലി ഭാരം കൊണ്ടാണ്, സ്ട്രെസ് കൊണ്ടാണ്. ഈ സമ്മർദ്ദം അവർക്ക് അതിജീവിക്കാനാവാത്തതുകൊണ്ടാണ്. അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ടെന്നല്ല. പക്ഷെ ഈ നാടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിൽ എണ്ണത്തിൽ കുറവാണെങ്കിൽ ചെയ്യുന്ന ജീവനക്കാരെന്ന നിലയിൽ അവരുടെ കാര്യക്ഷമതയെ, അവരുടെ അന്തരീക്ഷത്തെ, മാനസികാവസ്ഥയെ, ജോലി സമയത്തെ അതെല്ലാം ക്രമീകരിച്ചു കൊടുക്കേണ്ടത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് അവർക്ക് ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കമ്മീഷണർമാരായ TN സുധീർ, AR നിഗീഷ്, S സജീവ്, അസോസിയേഷൻ ഭാരവാഹികളായ K സന്തോഷ് കുമാർ, അനിൽകുമാർ, KR അജിത്,
മഹേഷ് എം, TB ഉഷ, AK ഫൈസൽ, VP മഹേഷ്, BK ലിസി, K ജഗജിത്ത്, BR സുനിൽകുമാർ, N ഷാജി, KP സുധീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിൽപ്പന നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്തെ മനോഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനാഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഉഴുവത്ത് കടവിലുള്ള വാടക വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. സമാനമായ രീതിയിൽ ഇയാൾ നിരവധി തട്ടിപ്പ് നടത്തിയായി സൂചനയുണ്ട്. റൂറൽ SP B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്നും 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നുമാണ് 24 മണിക്കൂറിനുള്ളിൽ 18 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. 10 പാമ്പുകളെ കഴിഞ്ഞ ദിവസം രാത്രിയും 8 പാമ്പുകളെ വ്യാഴാഴ്ച രാവിലെയുമാണ് പിടികൂടിയത്. കാർത്തിക്കിന്റെ സ്കൂട്ടറിനുള്ളിൽ നിന്നുമാണ് വനംവകുപ്പ് സർപ്പ വോളണ്ടിയർ പാമ്പിനെ കണ്ടെടുത്തത്. പാമ്പിനെ വനംവകുപ്പിന് കൈമാറി. മംഗലം മാങ്കുറിശ്ശിയിൽ GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 99 ചാക്കുകളിൽ നിന്നായി 1,11,756 പാക്കറ്റുകളാണ് പിക്കപ്പ് വാനിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോട് കൂടിയായിരുന്നു GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധന. ഇതിനിടെ പാലക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന KL 70 H3009 നമ്പർ ബലോറോ മാക്സ് പിക്കപ്പ് വാൻ തടയുകയും വാഹനം തടഞ്ഞ ഉടനെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്ന് GST വകുപ്പ് ഉദ്യോഗസ്ഥർ മങ്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് SI പൗലോസ്, SI സഹിദ്, ASI ഹാബിഷ, SCPO ശ്രീകൃഷ്ണകുമാർ, KHG രാമകൃഷ്ണൻ എന്നിവരും GST ഉദ്യോഗസ്ഥരും വാഹനം പരിശോധിച്ചതിൽ നിരവധി ചാക്കുകളിലായി നിരോധിത പാൻ മസാലകൾ കണ്ടെത്തുകയും തുടർന്ന് വാൻ സ്റ്റേഷനിലെത്തിച്ച് പരിശോധന നടത്തിയതിൽ 37,500 ഹാൻഡ്സ് പാക്കറ്റുകളും 13,056 ഷിഖാർ പാൻ മസാലകളും 31,200 വിമൽ പാൻ മസാലകളും 30,000 V1 ടുബാക്കോ പാക്കറ്റുകളും കണ്ടെടുത്തു. 99 ചാക്കുകളിലായിട്ടായിരുന്നു ഇവ ശേഖരിച്ചിരുന്നത്. പിക്കപ്പ് വാൻ വരികയും അത് തടഞ്ഞു നിർത്തി സ്ഥാനം പരിശോധിച്ചപ്പോൾ ഡ്രൈവർ അറിഞ്ഞ് ഓടിക്കുകയും ചെയ്തതാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് നൈറ്റ് പാർട്ടി അതിന് ചെന്ന് നോക്കിയപ്പോൾ അതിന് പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സാണെന്ന് ഒഴിവാക്കിയതാണ്. തുടർന്ന് വാഹനം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ 50 ചാക്ക് ഹാൻഡ്സും ബാക്കിയുള്ളത് പാൻ മസാലയും ആണെന്ന് ഉറപ്പായിട്ടതാണ്. പ്രതികരിച്ച അന്വേഷണത്തിൽ പ്രതി കണ്ടുപിടിക്കാത്തതും ഈ സാധനങ്ങളും മുതലുകൾ കണ്ടുപിടിച്ചെടുത്ത് കോടതി കൊടുക്കുന്നുണ്ട്. വണ്ടി കോടതി കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റ് പാലക്കാട് MLA രമേഷ് പിഷാരുടെ ഓഫീസ് കോമ്പൗണ്ടിൽ 23 ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. MLAയും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP സെക്രട്ടറി C ചന്ദ്രനും തൈകൾ നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ സ്മരണാർത്ഥം ഇറാം എഡ്യൂക്കേഷൻ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 23 ഫലവൃക്ഷ തൈകൾ നട്ട് പരിപാലിക്കുന്നതിന് തുടക്കമായി. പാലക്കാട് MLA രമേഷ് പിഷാരടിയുടെ പാലക്കാട്ടെ MLA ഓഫീസ് കോമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ MLA ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് തൈകൾ നട്ടത്. രമേഷ് പിഷാരടി MLA, ജില്ലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC സെക്രട്ടറിയുമായ C ചന്ദ്രൻ എന്നിവർ തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇറാൻ ഗ്രൂപ്പ് പ്രതിനിധി വിജോയ്, പരിസ്ഥിതി പ്രവർത്തകരായ MK സുരേഷ്, കല്ലൂർ രവി, KK റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുറിശ്ശി, അബ്ദുറസാഖ് പത്തിരിപ്പാല, വിജയൻ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്തതും തീൻമേശയിൽ ആവശ്യം വേണ്ടതുമായ രുചിക്കൂട്ടൊരുക്കി പാലക്കാട് ഭക്ഷണ വിഭവ മത്സരം സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് മത്സരം ഒരുക്കിയത്. നിരവധി കുടുംബിനികൾ പങ്കെടുത്തു. കൃത്രിമ നിറക്കൂട്ടും പൊടിക്കൂട്ടുകളും ചേർത്ത ഭക്ഷണത്തിന് പുറകെ പോകുന്നവർ ക്ഷണിച്ചു വരുത്തുന്ന രോഗാവസ്ഥയ്ക്ക് മുന്നറിയിപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പൊരുക്കിയ ഭക്ഷണ വിഭവ മത്സരം. ചീര, മുരിങ്ങ തുടങ്ങി സർവ്വസാധാരണമായി കിട്ടുന്ന ഇലക്കറികളുടെ വിവിധ വിഭവങ്ങൾ ഒരുക്കിയ മേളയിൽ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും മാത്രമല്ല ഈറൻപന വിഭവങ്ങളും ഇടം പിടിച്ചു. കേട്ടും കണ്ടും ശീലിക്കാത്ത, ഇന്നോളം തൊട്ടു രുചിക്കാത്ത പഴമയുടെ രുചിയറിവ് പകരൽ കൂടിയായി ഭക്ഷ്യമേള. പഴയ തലമുറയുടെ ആരോഗ്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും രഹസ്യമായിരുന്ന രുചിക്കൂട്ടുകൾ രോഗപ്രതിരോധ ശേഷിയുടെ കലവറ കൂടിയാണ്. പ്രകൃതിയോടൊപ്പം ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഭക്ഷ്യവിഭവ മത്സരത്തിൽ നിരവധി കുടുംബിനികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
നാടിനൊരു കരുതൽ കർഷകർക്കൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വാർഡ് തല ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ, കേര ക്ലസ്റ്റർ രൂപീകരണം, റബ്ബർ കർഷക രജിസ്ട്രേഷൻ എന്നിവ നടന്നു. നാടിനൊരു കരുതൽ കർഷകർക്കൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൃഷിഭവനും ഓങ്ങല്ലൂർ കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായാണ് വാർഡ് തല ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ക്യാമ്പയിനാണ് കൂമ്പങ്കലിലെ കൂട്ടായിത്തെരുവ് പ്രദേശത്ത് ആരംഭിച്ചത്. കൂട്ടായിത്തെരുവ് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. അവിടെ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുണ്ടാവണം, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മുന്നേ വന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ വയസ്സായ കർഷകർക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ. അക്ഷയയിൽ നമ്മൾ പോകുകയാണെന്ന് വെച്ചാൽ അക്ഷയയിൽ പോകുമ്പോൾ ഇവിടുന്ന് അക്ഷയയിലേക്ക് എത്തണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം. ആ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷ ചാർജ് കൊടുക്കണം. അവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അക്ഷയക്കാർ പറയുന്ന 60 100 ഇത്ര ചാർജ് കൊടുക്കണം, അങ്ങനെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് കരുതി ആളുകൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒന്ന് ലഘൂകരിക്കുക എന്നതാണ് പഞ്ചായത്തിനോട് ഉദ്ദേശിക്കുന്നത്. കർഷകർക്ക് കിട്ടേണ്ട ഏത് സർക്കാരുകളാണോ കൊടുക്കുന്നത് കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അത് കൃത്യമായി കർഷകരുടെ കയ്യിലേക്ക് ഇടനിലക്കാരില്ലാതെ എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഇടനിലക്കാരില്ലാതെ അത് കർഷക. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ അധ്യക്ഷനായി. മെമ്പർമാരായ സഹീന സജിത, കൃഷി ഓഫീസർ ഹാര്യകൃഷ്ണ, സോജ, പാടശേഖര സമിതി സെക്രട്ടറി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ, കേര ക്ലസ്റ്റർ രൂപീകരണം, ജൈവ കർഷക രജിസ്ട്രേഷൻ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സംസ്ഥാനത്തെ സ്കൂളുകളിലെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിലാണ്. 128 വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിൽ മാത്രം പ്രവേശനം നേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മികച്ച നേട്ടം. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ സർക്കാർ സ്കൂൾ ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഒഴികെ നിരന്തരം വർഷങ്ങളായി ഈ നേട്ടം കരസ്ഥമാക്കുന്ന വിദ്യാലയം കൂടിയാണിത്. ഇത്തവണ 128 വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിൽ മാത്രം പ്രവേശനം നേടിയത്. 100ഓളം വിദ്യാർത്ഥികൾ KG വിഭാഗത്തിലും പ്രവേശനം നേടി. വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളും സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനവുമാണ് ഈ നേട്ടത്തിന് കാരണം. പ്രധാന അധ്യാപകനായ PK മോഹനൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും PTA പ്രസിഡന്റ് NJ നിഷാദിൻ്റെ നേതൃത്വത്തിൽ രക്ഷാകർതൃ സമിതികളുടെയും പ്രവർത്തനങ്ങളാണ് സ്കൂളിൻ്റെ മികവിന് കാരണം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഈ വിദ്യാലയത്തിൽ MLA കിഫ്ബി ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളും ഡിജിറ്റൽ ക്ലാസ് മുറികളും സർവശിക്ഷ കേരള പദ്ധതിയിൽ വർണ്ണക്കൂടാരവും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കവാടവും ഗേറ്റും തുടങ്ങി മികച്ച സൗകര്യങ്ങളാണ് ഈ വിദ്യാലയത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച പരിചരണത്തിൽ വിവിധ മത്സര പരീക്ഷകൾ കലാകായിക രംഗങ്ങളിലും സ്കൂൾ മുന്നിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൽ മികച്ച അഡ്മിഷനാണ് നടത്തുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നമ്മൾ ജില്ലയിലെ ഗവൺമെൻറ് LP സ്കൂളുകളിൽ അഡ്മിഷൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് പോയെങ്കിലും ഈ വർഷം വളരെ ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ജില്ലയിലെ കഴിഞ്ഞ 6-ാം പ്രവൃത്തി ദിവസത്തെ റിപ്പോർട്ടുകൾ നോക്കിയപ്പോൾ ജില്ലയിലെ ഗവൺമെൻറ് LP വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് 128 കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ അഡ്മിഷൻ ഉയർത്തി ഈ വർഷം ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂൾ മികവിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അർപ്പണബോധത്തോടെയുള്ള ഇവിടുത്തെ അധ്യാപകരുടെയും PTA, SMC, MBTA തുടങ്ങിയവരുടെ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടം സ്കൂളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജനകീയ ആവശ്യങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണാനായി ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തി പാലക്കാട് രമേശ് പിഷാരടിയുടെ MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിൻ്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കുന്നത്തൂർമേട് ലക്ഷ്മി ആശുപത്രിക്ക് സമീപം ദുർഗാനഗറിലാണ് MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായാണ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളുടെ ആവശ്യങ്ങൾ പോലും പരിഗണിച്ച് വേണം ജനപ്രതിനിധികൾ പ്രവർത്തിക്കാൻ. അടിയുറച്ച രാഷ്ട്രീയക്കാരനായ രമേശ് പിഷാരടിക്ക് ഇതിന് കഴിയുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ഒരാളാണ് ഇത്. ആദ്യമായിട്ടല്ല രമേശ് പിഷാരടി UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഒരു സ്ഥാനാർത്ഥിയായി വന്നതല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിൽക്കുന്ന ആ ഫീൽഡിൽ നിന്നും ആ മേഖലയിൽ നിന്നും അചഞ്ചലമായ ഒരു നിലപാട് പ്രഖ്യാപിച്ച് സധൈര്യം
ഒരു ഭരണമോ ഒരു മറ്റ് സൗകര്യങ്ങളോ ഒന്നും നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് മുറുകെ പിടിച്ച് നിന്നിരുന്നത്. അതിന് കിട്ടിയ അംഗീകാരമാണ് സ്ഥാനാർത്ഥിത്വം. അത് പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ MLA പദവി. 111 ദിവസങ്ങൾ കൊണ്ട് 111 പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. പിരായിരി മെട്രോ നഗറിലെ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പദ്ധതി പ്രഖ്യാപനം നടത്തിയത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പദ്ധതി പ്രഖ്യാപനം. ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തി മണ്ഡലത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, സെക്രട്ടറിമാരായ PV രാജേഷ്, P. ബാലഗോപാൽ, UDF ജില്ലാ ചെയർമാൻ മരക്കാർ മംഗലം, MM ഹമീദ്, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോങ്ങാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രതീക്ഷ 2026 എന്ന നാമധേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. ബാലൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് K. ശ്രീവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാസ്റ്റർ, നാരായണൻ മാസ്റ്റർ, AV വിജയകുമാരൻ, PV ശിവരാമകൃഷ്ണൻ, ശൈലജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഏകോപനവും എന്ന വിഷയത്തിൽ KA ബാലകൃഷ്ണൻ മാസ്റ്റർ, സംഘടനയുടെ വളർച്ചയിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ പോൾ P. ആലീസ്, ആഹ്ലാദപരമായ വാർദ്ധക്യം എന്ന വിഷയത്തിൽ മൂസ ഉമേരിയും, സംഘടനാ വിഷയത്തിൽ PV രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. KS സരസിംഗ് മാസ്റ്റർ സ്വാഗതവും TK മുഹമ്മദ് ബഷീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ക്യാമ്പ് അംഗങ്ങളുടെ ചോദ്യങ്ങൾ, കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ. നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ അവകാശങ്ങള് ഒരു കാര്യം പോലും നേടിത്തരാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ് സത്യം. ഇങ്ങനൊരു സമൂഹം, ഇങ്ങനൊരു വിവാദം കേരള സംസ്ഥാനത്ത് ഉണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്നുള്ളത് സംശയമില്ല. വിമാനികളെ കുറിച്ചൊക്കെ ബാലകൃഷ്ണ സംസാരിച്ച നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതിപ്പം പൂർണ്ണമായി കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ, ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ സർക്കാരിന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കും. 4 or 5 മുന്നോട്ടാണ് നമ്മൾ പുറത്തിരിക്കും. പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയിലെ സൗജന്യ യാത്ര 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. 5000 കോടി മുതൽ മുടക്കുള്ള വ്യവസായമാണ്. സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് പറയുമ്പോൾ ബജറ്റിനായി കാത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും സമരത്തിന്റെ തീയതി എല്ലാ ബസ് സംഘടനകളും കൂടി തീരുമാനിക്കുമെന്നും നേതാക്കൾ. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് തുടക്കം. പരിശോധന ഡൽഹിയിൽ നിന്നും നിശ്ചയിച്ച കേരള ഏജൻസിക്ക്. പരിശോധനയ്ക്ക് 3 അംഗ സംഘം, വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയം. വീണ്ടും ഒരു ലോകകപ്പിന് വരവേൽക്കാൻ ഒരുങ്ങി എങ്ങുമുള്ള ആരാധകർ. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ തുടക്കം. ഓരോ ഇഷ്ട ടീമുകളുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും സ്ക്രീൻ ഒരുക്കിയും മത്സരങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പിൽ ആരാധകർ. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയെന്ന് പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന് BJP. പാർക്ക് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും BJP കൗൺസിൽ കൂടിയായ EP നന്ദകുമാർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേന്ദ്ര സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BMS മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ. മങ്കരം ആങ്കുറിശ്ശിയിൽ GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പിക്കപ്പ് വാനിൽ നിന്ന് 99 ചാക്കുകളിൽ നിന്നായി 1,11,756 പാക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്തെ മനോഴിയിൽ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി.
റെയിൽവേ പോലീസും RPFും എക്സൈസും 2 ദിവസങ്ങളായി 7 കിലോ കഞ്ചാവ് പിടികൂടി. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കലുങ്ക് തകർത്തെ പാടത്തേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ വടക്കാഞ്ചേരിയിൽ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഫ്രൂട്ട്സ് കട കത്തി നശിച്ചു. ഗതാഗത തിരക്കിൽ വീർപ്പുമുട്ടുന്ന കോട്ടായി ചന്തപ്പുരയിൽ ഓടന്നൂരിലേക്ക് തിരിയുന്ന റോഡിന് കുറുകെ ചാല് കീറിയത് ഗതാഗതത്തിന് ഭീഷണിയെന്ന് പരാതി. ചാല് കീറിയത് നികത്തിയ അപകടം ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. കോട്ടായി മേഖലയിൽ പാതയോരങ്ങളിലും പൊതുവിടങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായും പരാതി. മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എക്സൈസ് വിട്ടുവീഴ്ച ഇല്ലാതെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് PM ശശി MLA. മറ്റു വകുപ്പുകളെക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വകുപ്പായതുകൊണ്ടാണ് LDF സർക്കാർ വകുപ്പിൽ ആധുനികവൽക്കരണവും നവീകരണവും ആരംഭിച്ചതെന്നും TM ശശി. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 46ാമത് ജില്ലാ സമ്മേളനം പാലക്കാട്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.